ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് നെവിൻ ഷാനവാസിനോട് കാണിച്ച ചെറ്റത്തരം ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തേയില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മുളയിലെ നുള്ളിയിലെങ്കിൽ പ്രശ്നമാവും എന്ന് പല ആൾക്കാരും പല വീഡിയോസിനകത്തും പറഞ്ഞാണ്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞാണ്, ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. അവസാനം ഇവൻ ആരെങ്കിലും അവിടെ അടിച്ചിട്ടോ ഈ പറഞ്ഞിട്ടുള്ള ഉപദ്രവിച്ചിട്ടോ ഇവൻ്റെ പാടം നോക്കി ഇറങ്ങി പോകുമെന്ന് ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷാനവാസും നെവിനും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ ഷാനവാസിൻ്റെ നെഞ്ചത്ത് പാലെടുത്ത് എറിയുന്നതും ആ സമയത്ത് ഷാനവാസ് ഈ നെവിൻ്റെ കൈ കൊണ്ടോന്ന് അറിയത്തില്ല. ആ വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ക്യാമറ ഉണ്ടല്ലോ. ഇനി ബിഗ് ബോസ് അത് കണ്ടുപിടിക്കട്ടെ. ക്യാമറ പല ആംഗിളിൽ നിന്നുള്ള ക്യാമറയും ചെക്ക് ചെയ്തിട്ട് അവിടെ നെവിൻ അടിച്ചോ ഇല്ലയോ എന്ന് ബിഗ് ബോസ് കാണിക്കട്ടെ. അത് കാണിക്കണം, അതാണ് വേണ്ടുന്നത്. പ്രേക്ഷകരെ കാണിക്കണം. ഇവിടെ നെവിൻ പാലെടുത്ത് എറിയുന്ന സമയത്ത് അത് കണ്ടപ്പോഴത്തേക്ക് അവിടെ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നെഞ്ചത്ത് നല്ല ശക്തിയായിട്ട് നെഞ്ചത്ത് നെവിൻ്റെ കൈ കൊണ്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരൊരു സൗണ്ടും കേൾക്കുന്നുണ്ട്. കാരണം എല്ലാവരും കിടന്ന് അലയ്ക്കുന്നത് കൊണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഷാനവാസും അതുപോലെ നെവിനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സൗണ്ടും കേൾക്കുന്നുണ്ട്. എന്നിട്ട് പാല് കവർ താഴെ വീഴുന്നുമുണ്ട്. ഇവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെ ഉള്ള ഈ വൃത്തികെട്ട ഈ അഴുക്ക് ഫയലുകളെ സത്യം പറഞ്ഞാൽ ഈ ഷോയിൽ കൊണ്ടിട്ട് ഈ ഒരു ഷോയുടെ നിലവാരം കൂടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുവാണെങ്കിൽ ഇവന് ആർക്കാണ് ഇവൻ മാതൃകയാവുന്നത്? ഏത് കമ്മ്യൂണിറ്റിക്കാണ് ഇവനെ പോലത്തുള്ള ഇത്രയും വൃത്തികെട്ടവന്മാർ മാതൃകയാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ എന്താണ് കാണിച്ചത്? അത്രയും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാള് ആ ആളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഇവനൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ എന്നാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ത്രീ ഇന്നലത്തെ ഇതിന് ലൈവിൽ തന്നെ നമ്മൾ കണ്ടതാണ് അനുവിൻ്റെ അടുത്ത് കാണിക്കുന്നത്. ആ ഒരു പെൺകൊച്ചി പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് കാണിച്ച ദ്രോഹവും നമ്മൾ കണ്ടതാണ് അല്ലേ. ഇവൻ എവിടുത്തെ മനുഷ്യനാണ്? ഇവൻ എങ്ങനെ മനുഷ്യൻ എന്ന് വിളിക്കും അല്ലേ? ഒരു ഗെയിം, ഇതൊരു ഗെയിമാണ്, എൻഡ് ഓഫ് ദി ഡേ ഒരു ഗെയിമാണ്. പക്ഷേ അവിടെ പലർക്കും പല ഇമോഷൻസും വെച്ച് കളിക്കേണ്ടി വരും. പക്ഷെ ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ അവിടെ ഇത്രയും ഒരു ആൾക്കാരെ ദേഹോദ്രവം ചെയ്ത് മാനസികമായിട്ട് പുറവേ നടന്ന് ബുള്ളി ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ബിഗ് ബോസ് സീസണിനകത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷാനവാസിന് ഇതിനു മുമ്പും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചു നേരം ലൈവിനകത്ത് ഷാനവാസ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് ഷാനവാസ് അവിടെ ഈ നെവിൻ്റെ അടി കൊണ്ടിട്ട് ഇപ്പൊ കൈ കൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്തായാലും പുള്ളിക്ക് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ്. ഇവനെ പുറത്താക്കണം. ഇനി ഒരു കാരണവശാലും ഈ നെവിൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ അവിടെ നിർത്താൻ പറ്റത്തില്ല. പുറത്താക്കിയേ പറ്റൂ. കാരണം ഇത് പ്രേക്ഷകരെ ഇത് ബിഗ് ബോസ് ഷോ കാണുന്ന പ്രേക്ഷകരെ അഭിപ്രായമാണ്. ഇവൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ആഴ്ച ഇവനിക്കറിയാം ഇവൻ പുറത്ത് പോകുമെന്ന്. ഇന്നലെ അനുവായിട്ടുള്ളൊരു വഴക്കിനകത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് ഈ ആഴ്ച പുറത്ത് പോയാലും എനിക്ക് പ്രശ്നമില്ല, ഞാനിവിടെ നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ഒരു ക്രൂവലായിട്ടുള്ളൊരു മൈൻഡ് കൊണ്ട് കിടക്കുന്ന ഇവൻ ഈ ഒരു ഷോയ്ക്ക് പറ്റിയൊരു മത്സരാർത്ഥിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ്റെ കമ്മ്യൂണിറ്റിക്ക് വരെ, ഇവൻ ഏത് കമ്മ്യൂണിറ്റിയാണോ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണോ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ നാണം കെട്ട ആൾക്കാരെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ഷാനവാസ് ആ അടി കൊണ്ടിട്ട് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്. തറയിൽ ഇരുന്നിട്ട് നെഞ്ചിനകത്താണ് പിടിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും പുള്ളിക്ക് ആ അടി നെഞ്ചിലേറ്റിട്ടുണ്ട്. ആ ചെസ്റ്റ് പെയിൻ ആയതുകൊണ്ട് മാത്രമാണ്. ഇതിനുമുമ്പ് പുള്ളിക്ക് മേജർ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അറ്റാക്ക് വന്ന് മേജർ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അതുമാത്രമല്ല ഒരുപാട് വേറെയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പുള്ളിക്കൊരു ആക്സിഡന്റിൽ കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ ചങ്കുറ്റത്തോടെ ആരുടെ മുമ്പിലും സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ് അല്ലേ. അപ്പം പലരും ഡീഗ്രേഡ് ചെയ്തിരുന്ന സമയത്ത് പോലും ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. കാരണം അത്രയ്ക്കും അവിടെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത്, ഒരു നെഗറ്റീവ് ഒന്നോ ഇനി പോസിറ്റീവ് ഒന്നോ നോക്കാതെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷാനവാസ്. ഇത്രയും ആൾക്കാർ അവിടെ വാഴകളായിട്ട് നിന്നിട്ട് പോലും ഇന്നലെ അനുവും നെവിനും തമ്മിലൊരു പ്രശ്നത്തിന് ഇടപെട്ട് സംസാരിക്കാൻ അവിടെ ഷാനവാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ന്യൂറ, ഈ ആദില, ഇവരാരും ഇല്ലായിരുന്നു. അനീഷ് സംസാരിച്ചു. പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട്
അതിനെതിരെ എതിർത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഷാനവാസ്. അപ്പോൾ നിലപാടെടുക്കേണ്ട സമയത്തെല്ലാം നിലപാട് ഉറച്ച രീതിയിൽ തന്നെ പുള്ളിയുടെ വിശ്വാസത്തിൽ തന്നെ നിലപാട് എടുത്തുകൊണ്ടുപോയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ്. എനിക്ക് ഈ നെവിൻ എന്ന് പറഞ്ഞ അവനോട് അത്രയും വെറുപ്പ് തോന്നിയൊരു കാര്യം, ഒരാൾ വയ്യാതെ വന്ന് വീണ് കിടക്കുന്ന ഒരു സമയത്ത്, അതും അറ്റാക്ക് പോലൊരു അസുഖം വന്ന് പെട്ടെന്ന് വീണ് തളർന്ന് നെഞ്ചുവേദന എടുത്ത് ആ ഒരു പെയിനിൽ കിടക്കുന്ന സമയത്ത് അത് ആക്ടിങ് ആണെന്ന് പറഞ്ഞ് ഇവനെ സത്യം പറഞ്ഞുണ്ടല്ലോ, ആ ആ സമയത്ത് അവന്റെ വാക്ക് കേൾക്കുന്ന അപ്പം മനസ്സിലാക്കാൻ ഇവൻ ഒരു മനുഷ്യനാണോ അല്ലയോ എന്ന്. ഇവന്റെ മനസ്സിൽ ഒരു ശതമാനം പോലും നന്മയുള്ളൊരു ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയല്ലെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അത്രയും ക്രൂവലായിട്ടുള്ള ഒരു മൈൻഡ് കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. ഷാനവാസ് അവിടെ വയ്യാതെ വീണ് നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ആക്ടിങ് ആണെന്ന്. തിരിഞ്ഞു പോവാണ് അവൻ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് വെള്ളം പോലും കുടിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് പുള്ളി അവിടെ കിടക്കുന്നത്. ആദ്യം അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു തിട്ട പോലത്തെ ഒരു സാധനമുണ്ട്, അവിടോട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി നിലത്തോട്ട് വീഴുവാണ്, പുള്ളിക്ക് വയ്യാതെ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത്രയും പെയിൻ ഉണ്ടായിട്ടാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഷാനവാസ് അവിടെ വെള്ളം പോലും കുടിക്കാതെ നിലത്ത് വീണ് കിടന്നത്. അപ്പോഴും ആക്ടിങ് ആന്ന് പറഞ്ഞു പോയ ഇവനെയൊക്കെ സത്യം പറഞ്ഞ എന്താണ് വിളിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് വിളിക്കേണ്ടത് ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഇത് സത്യം പറഞ്ഞ് ഇവനെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. കൺവെൻഷൻ റൂമിൽ ഇതുപോലെ ഇവനെ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഷാനവാസ് വന്നു കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. എന്തിന് വന്നു കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കണം? ഇവനെ സ്പോട്ടിൽ ഇവനെ പുറത്തെടുത്ത് കളയണം, അതാണ് വേണ്ടുന്നത്. ഇനി ഒരു നിമിഷം പോലും ഇവനെ അവിടെ നിർത്തല്ലേ, അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒരു നിമിഷം പോലും ഷാനവാസിനെ കാണിക്കുക പോലും ചെയ്യാതെ അവനെ അവിടെ നിന്ന് എടുത്തു കളയണം. ഇവനെ ഈ ഒരു കേസിൽ ഇനി മുമ്പോട്ട് ചെയ്യണം. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. കാരണം ഇവന്റെ ലാസ്റ്റ് വാണിംഗ് കഴിഞ്ഞു. അത്രത്തോളം ഇവ എക്സ്ട്രീം ലെവലിലെത്തി. വാണിംഗ് കൊടുക്കാതെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവന്റെ പല കോപ്രായങ്ങളും. ഇന്നലെ അനുവിന്റെ അടുത്ത് അവസാനമായിട്ട് കാണിച്ചിട്ടുള്ള അത് തന്നെ. കിച്ചൺ ടീമിൽ 3 ക്യാപ്റ്റന്മാർ കയറിയിട്ട് സമയാസമയം ഫുഡ് പോലും കൊടുക്കാതെ ഇവന്മാര് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവില്. അതിനെ ചോദ്യം ചെയ്തതിനാണ് ഒരു മനുഷ്യനോട് ഇങ്ങനെ കാണിച്ചത്. അതും ഈക്വലായിട്ട് അവിടെ എല്ലാവർക്കും അവകാശപ്പെട്ട പാൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അത് പിടിച്ചു മേടിക്കാൻ നിന്ന് ഷാനവാസിന്റെ മുഖത്തോട്ടും പുറത്തോട്ടും പാല് പൊട്ടിച്ചൊഴിച്ചു. ആ എറിയുന്ന വഴിക്ക് പുള്ളിയുടെ ഈ നെഞ്ചത്ത് ഇവന്റെ കൈ കയറി അടിച്ചതെന്നാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. അല്ലാതെ പുള്ളി അവിടെ വീഴത്തില്ല. അത് ശക്തമായിട്ട് നല്ല ശക്തിയിൽ കൈ കയറിക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് 4 സൈഡിൽ നിന്നുള്ള ക്യാമറ ചെക്ക് ചെയ്താൽ മാത്രമേ അത് വ്യക്തമാവത്തുള്ളൂ. പക്ഷെ എന്തായാലും ഇനി ഇവനെ പോലെ ഇത്രയും ആക്രമണം നാളെ ഇനിയുള്ള സീസണിൽ ഇതുപോലുള്ള ഇവനെ പോലത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും നിർത്തിക്കഴിഞ്ഞാൽ വരും സീസണിൽ ഇവനെക്കാളും കഷ്ടമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇനി വരുന്നത്. ബിഗ് ബോസ് ഷോയിൽ വന്നു കഴിഞ്ഞിട്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം ഓരോരുത്തർമാർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇവനെ പുറത്താക്കണം, അതാണ് വേണ്ടുന്നത്. ഒരു കാരണവശാലും ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവൻ ആരെ മാതൃകയാക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവൻ പലവട്ടം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനിവരുടെ എന്റർടൈനറാണ്, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട്. ഇവനെ കണ്ട് ആരാണ് മാതൃകയാക്കേണ്ടത്? ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത് കാണുന്ന കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരും കുട്ടികളും ഇവനെ കണ്ട് എങ്ങനെ മാതൃകയാവും ഒന്ന് പറയാൻ. ഇവൻ വലിയ എന്റർടൈനറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇത് ഭയങ്കര മോശം തന്നെയാണ്. ഇവനെ പുറത്താക്കിയേ പറ്റൂ. ഒരു കാരണവശാലും ഇവനെ അവിടെ ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് നിൽക്കാൻ ഇവർക്ക് അർഹതയില്ല. കാരണം അത്രയ്ക്ക് ക്രൂവലായിട്ടുള്ള, ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ആ ഒരു ടോണ് പല സമയത്തും ഇവൻ ലാലേട്ടന്റെ മുമ്പിൽ പോലും ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ്, അത്രയും ദേഷ്യപ്പെട്ടാണ് ഇവൻ പല സമയത്തും പെരുമാറുന്നത്. ഇവന് റിയൽ ഫേസ് ഇവൻ ഇതല്ല. ഷാനവാസ് പറഞ്ഞത് തന്നെ കറക്റ്റാണ്. ഇവൻ ഫേക്കാണ്, അട്ടർ ഫേക്കാണ്. ഇതിനെ ഞാൻ ഈ മറ്റേ ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന ഒരു രേവതി എന്ന് പറയുന്ന ഒരു കിളവി ഉണ്ടല്ലോ. അപ്പം അവര് ഈ പറഞ്ഞിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അവര് പറഞ്ഞെന്താണ്, ഇത്രയും ഫിസിക്കലി ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഈ ഷോയിലേക്ക് കൊണ്ടുവരല്ലെന്ന് അവരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ കുറെ കമന്റുകളും കണ്ടു. ഇവരെ വീഡിയോ കണ്ടിട്ടായിരിക്കും കുറെ വാഴകൾ കമന്റ് ഇടുന്ന കണ്ടായിരുന്നു. ആദ്യം ഒന്ന് നിങ്ങളെ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്ക്. ഇതുപോലുള്ള കിളവികൾ റിവ്യൂ ആണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് വന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇതൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു നിലവാരവും ഇല്ലാത്ത, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കള്ളങ്ങൾ മാത്രം ലൈവ് കാണാതെ അവിടെ ഇവിടെയും കേട്ടിട്ട് മാത്രം കള്ളങ്ങൾ മാത്രം വന്ന് പറഞ്ഞ് തള്ളി വിടുന്ന
ഇതുപോലുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്ന റിവ്യൂവറാന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ഫേക്ക് ടീമിൻ്റെ വീഡിയോ കാണാതിരിക്കുക. അതാണ് വേണ്ടത്. പുള്ളിക്കാരി എന്താണ് പറയുന്നത്, ഇത്രയും ഫിസിക്കലി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ എന്തിന് ഈ ഷോയിലേക്ക് എടുത്തുന്നത്? അസുഖം എന്ന് പറയുന്ന സംഭവം ഇനി എല്ലാ ആൾക്കാർക്കും വരും. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഓൺ ആക്കി വെക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അറ്റാക്ക് വരുന്നത്. മനസ്സിലായോ? എല്ലാ ആൾക്കാർക്കും അസുഖം വരും. അത് ഏത് സമയവും സന്ദർഭമെന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. അതാണ് മനുഷ്യൻ. ആദ്യം അത് മനസ്സിലാക്കുക. ഇതുപോലുള്ള കിളവിയുടെയൊക്കെ റിവ്യൂ കാണുന്ന ആൾക്കാരെ തല്ലിയാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഷാനവാസിൻ്റെ വീട്ടുകാർ ഇതിനെതിരെ ഇവനിക്കെതിരെ ഉറപ്പായിട്ടും ബിഗ് ബോസിൻ്റെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവനെ പുറത്താക്കാനുള്ള നടപടി ചെയ്യുവാണ്. അതാണ് വേണ്ടത്. ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയണം. അതാണ് വേണ്ടുന്നത്. ഇനി ഒരു നിമിഷം പോലും ഇവൻ ആ ഒരു ഷോയിൽ തുടരാൻ ഇവൻ അർഹതപ്പെടുന്നില്ല.